നല്ലൊരു വണ്ടി ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയിട്ട് അയിമ അഫീഫിൻ്റെ പണിയാണ്ടത് ഓൻ്റെ പാൻറ് കൊണ്ടിരുന്നിട്ട് തോരട്ടിക്കണം പെരയിലായാലും തേങ്ങാക്കൊല്ലൊന്നും ഇല്ലാത്ത പോലെ ഓൻ്റെ ആ ഷൂവും കൂടി ഞാൻ അയിമ കയറ്റി വെക്കാൻ ബാക്കിയുള്ളൂ കേട്ടോ അത് മെല്ലെ അവിടെ കൊണ്ടുപോയിട്ടിക്കണ് പാൻറ് എന്ത് ചെയ്തിക്കണ് മെല്ലെ നൈസിൽ ഇവിടെ തോരട്ട് വെച്ചിട്ടുണ്ടോ. അപ്പം ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മുടെ ലാസ്റ്റ് വ്ളോഗ് വളരെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. എനിക്കറിയാമായിരുന്നു നിങ്ങളെല്ലാവരും അത് ചർച്ചയാക്കും എന്നത്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ചർച്ച നടന്നതും. അപ്പോൾ മാഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് വീട് മാറാനുള്ള പരിപാടികൾ തയ്യാറെടുപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അത് ഓഗസ്റ്റ് 15-ാം തീയതി എന്താവും നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് കാരണങ്ങൾ, എന്തിനാണ് പരിപാടികൾ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ ഇവിടുത്തെ സ്ഥലം മാറ്റാൻ പോവാണ്. ഈ ഒരു ഏരിയ മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗം സാധനങ്ങൾ കുറച്ച് അങ്ങോട്ട് നീളും. പിന്നെ ഇതിപ്പോൾ ലാസ്റ്റ്, അതായത് വീടിൻ്റെ ഇവിടെ ഒന്ന് കേൾപ്പിയേ, വീടിൻ്റെ ലാസ്റ്റ് മിക്കവാറും ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ വീട് കാണിക്കണ ലാസ്റ്റ് വിഷ്വൽ വിഷ്വലൊക്കെ, അതായത് അടിഭാഗമൊക്കെ ശരിക്കും നോക്കിയച്ചോളി എങ്ങനെയാണ് വീട് എന്നുള്ളത് കറക്റ്റ് നോക്കിയച്ചോളി. ഇപ്പം ഇങ്ങനെ പിടിച്ചോ, ഈ സൈഡ് പിടിക്കാം, എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്താൽ മതി. അപ്പോൾ വീട് ലാസ്റ്റ് കാണിക്കണ വിഷ്വലിലൂടെയാണ് നിങ്ങളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് മാറ്റം ഉണ്ടാവില്ല, അടിഭാഗത്തേക്കേ മാറ്റുള്ളൂ. ചിലപ്പോൾ ഇങ്ങോട്ട് നീളും, ചിലപ്പോൾ ഇത് ഇങ്ങോട്ട് വരും, ചിലപ്പോൾ അങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടേന്നിരിക്കാം. ബാ, അപ്പോൾ ഈ സൈഡൊക്കെ നോക്കിച്ചോളി കേട്ടോ. മെയിനായിട്ട് ഉള്ളിൽ നോക്കിച്ചോളി. വണക്സ് ഇട്ടൊക്കെ എപ്പിയേ നോക്കട്ടെ ഉണ്ടോ? ലൂസ് ആവണ്ടത് ഇതില്ല. അപ്പൊ ഓക്കെ. ഇപ്പൊ തന്നെ ഉണ്ട് അതൊക്കെ. അല്ല മറ്റേ കൂളിംഗ് ക്ലാസ് ആയിരുന്നാ? അത് ഞാൻ എടുക്കട്ടെ. ഇവിടെ കൂളിംഗ് ക്ലാസ് ഉണ്ട്. അപ്പം വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആരും നോക്കണ്ട, കാരണം ഇവിടുത്തെ 3 സന്തതികൾ, മരുമയായ സന്തതികൾ യാത്രക്ക് ഒരുങ്ങുകയാണ്. അപ്പം എല്ലാവരും വലിച്ചു വാരി അവനാന്റെ പാൻറ്റും ബല പാൻറ്റും ഓല പാൻറ്റും ബല പാൻറ്റും ഷർട്ടും പാൻറ്റൊക്കെ റെഡിയാക്കണ തിരക്കിലാണ്. 2 മാസം മുന്നേ പോയ കേപ്പിന്റെ അപ്പൊ ഇതാ പെര മാക്സിമം എന്താ Kapunga. Sawati. Kapunga. Kecikung kapunga. Kecikung kapunga. Kecikung kapunga. Kapunga. Kecikung kapunga. Welcome to Thailand. Let's go. Sawati. എവിടെ? കോസ്റ്റ്യൂം കാണിച്ചെടുക്ക്. തായ്ലാൻഡ് യുവതികളുടെ മനം മയക്കുന്ന കോസ്റ്റ്യൂമായത്. ഞാൻ പക്ഷേ ഈ വ്ളോഗിൽ എനിക്കൊരു കാര്യം പറയണ്ടേ. എക്കാലത്തെയും പോലെ ഒരു കിടിലൻ സർപ്രൈസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് നിനക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാവും. അതിപ്പോ പറയാൻ പറ്റില്ല, റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് നിനക്കുള്ള സർപ്രൈസ് ആണ്. അതൊരു സർപ്രൈസ് അല്ലേ? അടിസക്കെ എന്താ പൈതിയാക്കും തന്നെയാന്ന്. പോലെ അപ്പൊ സുഹൃത്തുക്കളെ, സവാട്ടി
Kapungka. Sawadi. അപ്പൊ ഇങ്ങനെ പറയണം സവാട്ടി Sawadi. Kapungka. Inside. Massage inside. Sir, come on. Let's do. You look handsome, chocolate boy. Come to Indian boy. Hello, address. You look like You look handsome. caramel. You look like caramel. Handsome. നമ്മള് ഏട്ടന്മാരുള്ളതൊന്നും മറക്കേണ്ടി വരുന്ന You are falling in. Come pick up your phone, little boy. അല്ല ഒന്നാമത് വീട് മാറ്റുണ്ട് അപ്പൊ അതിന്റെ സാധനങ്ങൾ ഫുള്ള് കൂട്ടിച്ചേക്ക പിന്നെ സാധനങ്ങൾ ഡ്രസ്സുകള് അപ്പം ഈ റൂമൊക്കെ ഏകദേശം സലാമത്താക്കിട്ട് ഇവിടുത്തെ സാധനങ്ങൾ ഫുള്ള് എടുത്തു ഇനി കുറച്ച് കോസ്റ്റ്യൂമും സാധനങ്ങളും മാത്രമേ മാറ്റാനുള്ളൂ ജസ്റ്റ് ഒന്ന് കണ്ടോളിട്ടോ ബിഫോർ എല്ലാരും ഇതാണ് നമ്മളെ ബിഫോർ ഇവിടെയൊക്കെ കത്തി പിടിച്ചിക്കണേ ഈ ഏരിയ ഇതെന്താ യുദ്ധത്തിൽ പങ്കെടുത്തോ ഈ ഭാഗം അവിടെ സ്റ്റാൻഡില്ലേ അപ്പൊ വീട് കണ്ടോളി എല്ലാരും ഇത് കഴിഞ്ഞ് ഈ റൂം കണ്ടോളി റൂം ഗോണ ചേഞ്ച് അപ്പം ഈ റൂമിലൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ള റൂമാണ് അതായത് എന്തൊക്കെ പറഞ്ഞാലും ഇത് നമ്മള് തുടങ്ങിയ റൂമാണ് എല്ലാം ലൈറ്റില്ലേ ഇത് സ്റ്റുഡിയോ ആക്കി വെച്ച റൂമാട്ടാ അതായത് ലൈറ്റിന്റെ കൊരം കുറഞ്ഞു ആഫീഫേ ആ കൂളിംഗ് ഗ്ലാസ് ആയിരുന്നാ സൺസ്ക്രീൻ എടുത്തേക്കണ ഞാൻ അടുത്ത സാധനങ്ങളൊക്കെ എന്തൊക്കെയാ അല്ല എല്ലാവർക്കും ഉള്ള ഫുൾ സാധനം കൊസറാക്സിന്റെ ഫുൾ സാധനങ്ങൾ അപ്പം ഇനി ഈ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഈച്ചുവിന്റെ പെട്ടിട്ടാ ഈച്ചുവിന്റെ പെട്ടി ഈച്ചോ ഇത്രയും ഡ്രസ്സുകളുമായി നീ എങ്ങോട്ടാണ് പോകുന്നത് ഇതിലാകെ ഇടാ ഒരു കൂട്ടം ഡ്രസ്സ് കാരണം അതിലുള്ള നേരെ നമുക്ക് തരുള്ളൂ ഞാനില്ലേ ഞാന് ഒരു 4-5 കൂട്ടം എടുത്തിട്ടുള്ളൂ 5 കൂട്ടം ഓരോ ദിവസം ഒരു കൂട്ടത്തിന് ഞാൻ അത് എടുത്തില്ല ഞാൻ ആ 3 കൂട്ടം എടുത്തു വെസ്റ്റത്തിൽ എടുത്താൽ മതി അവനാൻ്റെ ഒരു കൺസെപ്റ്റ് ബ്ലാക്ക് പാന്റ് പെർഫ്യൂം എടുക്കാം അല്ലേ അതേപോലെ ഇങ്ങനെ കുളിച്ചാതെ ഞാൻ പിന്നെ പെർഫ്യൂം എടുത്തില്ല എടുക്കുക എന്തായാലും ഒന്നെടുക്കാം ഒരു പെർഫ്യൂം ഉണ്ട് അപ്പം ഇതാ ഫിന്റെ ബാഗ് ഇട്ടാ പിന്നെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഏരിയ കണ്ടോ ഈ ഏരിയ ഒക്കെ മാറാൻ പോകുന്ന ഏരിയ ആണ് ലാസ്റ്റ് അവസാനമായിട്ട് ഈ ഏരിയ ഒക്കെ കാണിക്കണം വ്ളോഗാവും മേലൊക്കെ കാണിച്ച നിമിഷം മേലത്തെ കാര്യങ്ങളൊക്കെ ഈ സാധനങ്ങൾ ഫുൾ അവസാനമായിട്ട് വരുന്ന സംഭവങ്ങളാവും കേട്ടോ ഈ ഭാഗം ഇപ്പൊ ചിന്നമ്മച്ചിന്റെ റൂമൊക്കെ മാറാൻ പോണത് കേട്ടോ അസുറാമൊക്കെ അവിടെ വരെ പോണം ഷാനും എടുക്കുവാൻ നിക്കണ അല്ലല്ലോ അപ്പം ഇത് ഇപ്പൊ ചിന്നമ്മച്ചിന്റെ റൂം കേട്ടോ ഈ റൂം ഫുള്ള് മാറാൻ പോകാനുള്ള റൂമാണ് ഫുൾ കാര്യങ്ങൾ ചേഞ്ച് ആവാൻ പോകാനുള്ള റൂമാണ് A to Z ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാണ് അപ്പോ അടുക്കള ഫുള്ള് മാറ്റിട്ടാ അടുക്കളത്തെ സാധനങ്ങൾ ഫുള്ള് ഇതാ ഫുള്ള് കുന്നുമ്മ കയറ്റി അടുക്കള മൊത്തം തിണ്ടമ്മ കയറ്റിയിരിക്കുന്നു നമ്മൾ അടുക്കള മൊത്തം തിണ്ടമ്മ കയറ്റിയിരിക്കുന്നു നമ്മൾ ഈ സാധനം ഇതൊക്കെ ഇതിൻ്റെ ഉള്ളത്തെ ഉണ്ടോ ഇതിൻ്റെ ഉള്ളത്തെ ഫുള്ള് മാറ്റാനുള്ളത് ഇത് ഈ വിരുന്നുകാർ വരുമ്പോൾ എടുക്കാനുള്ള പെട്ടിയുണ്ട് നമ്മളെ വീട്ടിലത്തെ അതായത് വിരുന്നുകാർ വരുമ്പോൾ എടുക്കാനുള്ള സാധനങ്ങൾ ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ ഇനി നിറച്ചു വെച്ചിരുന്നത് അപ്പോൾ എന്തായി അങ്ങനെ വരാത്ത വിരുന്നുകാരെ വെയിറ്റ് ചെയ്തിട്ട് 10-15 വർഷം ആ കുപ്പികളും പാട്ടകളും ആ മറ്റേ സിൽക്കിന്റെ പാത്രങ്ങളും ഗോൾഡിന്റെ ലൈനുള്ള പാത്രങ്ങളൊക്കെ എന്ത് ചെയ്തു കുടുംബക്കാർക്ക് വേണ്ടി വിളമ്പാന്ന് എഴുതിയിട്ട് അത് ബാക്കിയായി അപ്പൊ അതിൽ പെട്ട കപ്പലാണ് ഇതൊക്കെ 2006 കുടുംബക്കാർ വരുമ്പം കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന സാധനങ്ങളാട്ടോ അതൊക്കെ ഫുൾ സാധനങ്ങൾ അതുപോലെ തന്നെ പിന്നെന്താ ഉള്ളത്
പിന്നെ ഇതാ കുടുംബക്കാർ വരുമ്പോഴുള്ള കൊടുക്കാനുള്ള പാത്രങ്ങൾ, മറ്റേ മുളൻ്റെ തണ്ടുള്ള പാത്രങ്ങൾ കേട്ടോ. പിന്നെ ഇതാ വലിയ വലിയ ഗസ്റ്റുകൾ വരുമ്പോൾ വിളമ്പാൻ വെച്ച പശുവിൻ്റെ പാത്രം, പിന്നെ വലിയ വലിയ ഗസ്റ്റുകൾ വരുമ്പോഴുള്ള ചിരവ, വലിയ ഗസ്റ്റുകൾ വരുമ്പോൾ വേസ്റ്റ് ഇടാൻ വെച്ച ഈ പാത്രം, പിന്നെ തണ്ട് തവ കുറേ സാധനങ്ങൾ അങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഫുള്ള് ഇവിടെ മാറ്റും, കൊണ്ടുപോകാനാവില്ല. ഈ സാധനത്തിന് ആവശ്യമില്ല ഇവിടെ, വെറുതെ കുറേ സാധനങ്ങൾ. പിങ്ക് സാൾട്ട് കുറച്ച് വേണ്ടി പോവല്ലേ ഈശോ? ആ അപ്പൊ ഈ ഏരിയ നോക്കി വെച്ചോളിട്ടോ. മെയിനായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് മാറ്റണം പറയുന്ന ഒരു ഏരിയ ഇനി ഈ ഒരു ഏരിയ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഏരിയ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഈ ഒരു ഏരിയ എപ്പോഴും വൃത്തിയാക്കി ഇടണം, ഇത് അലങ്കോലമായിട്ട് കിടക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇനി എത്രയൊക്കെ മനോഹരമായി മാറിയാലും ഈ ഒരു ഏരിയ ഞങ്ങൾ മിസ് ചെയ്യും. അതായത് ഇത് അങ്ങനത്തെ ഒരു ഏരിയയാണ്, ആർക്കും എപ്പോഴും ഇറങ്ങി വരാൻ പറ്റിയ, ആർക്കും എപ്പോഴും കയറി വരാൻ പറ്റിയ, എന്ത് ഫുഡും കഴിക്കാൻ പറ്റിയ എത്രയോ ആൾക്കാർ, ഒരു ഹോട്ടൽ പോലുള്ള ഏരിയയാണ് ഈ ഒരു ഏരിയ. ഏത് ആൾക്കും ഏത് നേരം വന്നാലും ഭക്ഷണം, ഇറച്ചിയില്ലാത്ത ഭക്ഷണം ഇവിടെ ഉണ്ടാക്കില്ല. അത്രയും സൂപ്പറായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഏരിയ ഈ ഒരു ഏരിയ. അപ്പം ഇവിടുത്തെ സാധനങ്ങൾ ഫുള്ള് മാറ്റാൻ പോവാണ് A to Z. ഈ ഏരിയ മിക്കവാറും മിസ് ചെയ്യും, മിക്കവാറല്ല എന്തായാലും മിസ് ചെയ്യും. ഇങ്ങനത്തെ ഒരു ഏരിയ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം ഇതാണ് നമ്മളെ കംപ്ലീറ്റ് വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. ഈ സാധനങ്ങളൊക്കെ നോക്കിച്ചോളി, ഇതൊക്കെ മാറ്റാനുള്ളതാണ്. നിങ്ങൾക്ക് പഴയ വ്ളോഗ് കണ്ട് പുതിയത് കാണുമ്പം മാറ്റം കറക്റ്റ് മനസ്സിലാവും. പിന്നെ ഈ ഏരിയ മാറും ഫുള്ള്. പോവല്ലേ മറ്റടുത്ത് പോവല്ലേ? മറ്റടുത്ത് പോവാ. ജിമ്മിന്റെ വണ്ടി ഒന്ന് കുറച്ച് മുന്നിൽ കിട്ടോ. മറ്റേ ഓർഡർ ആണ് ആയിക്കോട്ടോ, ആൾക്കാരെ ഓർഡർ ചെയ്യലുണ്ട് പെരീക്ക്. എന്നിട്ട് നമ്മൾ തന്നെ ബില്ല് കൊടുക്കണം, ക്യാഷ് ഓൺ ഡെലിവറി. അപ്പൊ സുഹൃത്തുക്കളെ, ജിമ്മി സക്സസ്ഫുള്ളി പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. ജിമ്മിക്ക് ഇപ്പൊ വന്ന ഓർഡർ എങ്ങനെയാ വെച്ചാല്, ജിമ്മിക്ക് ഏതോ സ്നേഹിതൻ, ജിമ്മിയുടെ ഒരു സ്നേഹിതൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കേസ് 2500 രൂപ ഒരു വില കൂടിയ കേസ് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, പൈസ ജിമ്മി കൊടുക്കണം. ജിമ്മിന്റെ വരെയൊക്കെ ജിമ്മിന്റെ അഡ്രസ്സിൽ സാധനം വന്നിട്ടുണ്ട്. ഇതേ അവസ്ഥയിൽ നിൻ്റെതേ ഇവിടേക്ക് എത്ര സാധനം വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരില്ലേ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓർഡർ ചെയ്ത് വിടുക, എന്നിട്ട് ഇവിടെ നിന്നിട്ട് ആൾക്കാർ നിൽക്കും. നമുക്ക് അതായത് മോശം സാധനങ്ങളൊന്നും, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചെടിച്ചട്ടി ഇതൊക്കെ ഓർഡർ ചെയ്ത് വിടുക, എന്നിട്ട് ക്യാഷ് ഓൺ ഡെലിവറി. ക്യാഷ് ഓൺ ഡെലിവറി വരും. ചെടിച്ചട്ടി വന്നേ, അതിൽ എല്ലാം എടുത്തു. ചെടിച്ചട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മാഡം ഫോൺ പേ ആണോ ഇതാണോ ചോദിച്ചു. വാ അത് തീരുമാനമാക്കാ, പറഞ്ഞോളാ, റിട്ടേൺ ആണ് പറഞ്ഞോളാം, ഇപ്പൊ തന്നെ പറഞ്ഞോളാം. ഈ ചോയ് ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിച്ചോ. അപ്പുറത്തെ വീട്ടിൽ പോയോക്ക. അങ്ങനെ വരും. ഒന്ന് അന്വേഷിച്ചാലോ കേട്ടോ. ഉമ്മയൊന്നും പിന്നെ ഇപ്പിയൊന്നും 2500 കേസ് ഇപ്പൊ ഓർഡർ ചെയ്യാൻ നിൽക്കോ? അത് മാസ്റ്റർ അല്ല, അവിടുന്ന് മൂന്നാമത്തെ സ്വിച്ച് കടക്കപ്പ അതിന്റെ അവിടുന്ന് ഓഫ് ആക്കിയാൽ മതി. ഷാനോ മാർക്കോന്റെ ഇനി മറ്റേ ട്രെയിനിങ്ങാ, അഗ്രസീവ് ട്രെയിനിങ്ങാ നീ. അപ്പം മാർക്കോന്റെ കുട്ടിക്കാലം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം മാർക്കോ എല്ലാവരോടും, അതായത് നമ്മളോടെല്ലാവരോടും വളരെ ലോകത്തിലാണ് നിന്നത്. അപ്പം ഇനി ഓൻ ഏകദേശം 1 വയസ്സിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഓൾക്ക് കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. അതായത് എന്താണോ പർപ്പസ്, ലൈക്ക് ആരെങ്കിലും ലൈക്ക് വന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ, സസ്പീഷ്യസ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബോസ് തന്നെ ഫുള്ള് ഹാൻഡിൽ ചെയ്യും പരിപാടികൾ. ഫുള്ള് കൊണ്ടുവരൽ, ഇങ്ങോട്ട് ആക്കി തരൽ, ഇവിടുന്ന് കൊണ്ടുപോകൽ, ഫുള്ള് കാര്യങ്ങൾ മാർക്കോ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എനിക്ക് പ്ലാൻ ഉള്ളത്. ഓ അസുർ ഇരിക്കണത്, അസുറിൻ്റെ അടുത്ത് കിടക്കണത്. മാർക്കോ എൻ്റെ ഒന്നും എന്തായാലും തിന്നാൻ കിട്ടാൻ നോക്കാവോ? പെടിയില്ല, അഫിൻ്റെ അടുത്തുണ്ട്. കേപ്പിയെ ഒന്ന് മുന്നിൽ കിട്ടോ. ഉമ്മച്ചി ആഫി എടുത്തു. ഓല് വരണമെന്നില്ല, ഷാനുവിനെ വിളിക്കി. അപ്പൊ സുഹൃത്തുക്കളെ, പുതിയ വീട് അങ്ങനെ കൺഫേം ആവത്തോണ്ടാണ്. ഈ പുതിയ സ്റ്റാൻഡ് എങ്ങനെയുണ്ട്?
ഗ്രിപ്പുണ്ടോ? സെറ്റല്ലേ? മറ്റേത് എടുക്കണോ? സിൽവർ എടുക്കണോ? ഇതൊക്കെ അല്ലേ? ബാ കയറിക്കോ, ജിമ്മി മുന്നേ കയറിക്കോ. നമുക്ക് ആ വീട് വരെ ഒന്ന് പോകണം. നമുക്കില്ലേ ഡൊമസ്റ്റിക് ആണ് 6 മണിക്ക്. നമുക്ക് 4:30 എയർപോർട്ട് കയറിയാൽ മതി. ആ ഷുവറാടാ, ഡൊമസ്റ്റിക് ആണ്, മുംബൈ ആണേ. അതെനിക്ക് മനസ്സിലായി. ജിമ്മേ വാ. അപ്പൊ പോന്നില്ലേ? മാർക്കോന് ഇത്രയും നേരം തൊട്ടാണ്ടേ കയ്യേക്കാൻ പോകുമ്പോ മാർക്കോ മറ്റേ ദിലീപിന്റെ ഇടയില് കൂടെ നിന്ന് ചതിച്ചേറ്റേ. അത് ദിലീപിനെ ചാമ്പൂല മറ്റേതില് പാപ്പിയപ്പച്ചേലല്ലേ? പാപ്പിയപ്പച്ചേല ലാസ്റ്റ് സീനിൽ ചാമ്പൂല മറ്റേ ചങ്ങായി. കെ പി ആ പേരെ കണ്ടിട്ടില്ലേ? പോരുന്നാ? ഞാൻ കാറ് പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേപ്പിന്റെ കാറ് വീട് പണി കഴിഞ്ഞു. അപ്പൊ കൊറേ ആൾക്കാരുണ്ട്, വീട് പണി കഴിപ്പിച്ചു. ലാസ്റ്റ് ആസ്ക് മീ ടൈല് 20 ക്വസ്റ്റ്യനില് എങ്ങനെ 15 സംഭവമൊന്നുമില്ല, ഒരു ഓട്ടോറിക്ഷ ബൈക്ക് കാറിന്റെ മൂടിനിടിച്ചു. ഓട്ടോറിക്ഷ ബൈക്ക് വന്നിടിച്ചു രണ്ടാളും. അപ്പൊ എന്നോട് എന്താ പ്രതികാരം? പൈസ തരില്ലെന്ന് പറഞ്ഞു. ശരി, ഞങ്ങള് പോയി. അപ്പൊ കേപ്പിന്റെ കല്യാണം ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം താല്പര്യമുള്ള ഒരു കേപ്പിക്ക് മെസ്സേജ് ആയിട്ടോ. കേപ്പിന്റെ അപ്പം കേപ്പി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കേപ്പി കുറെ ഫാൻസ് ഉണ്ട് നമുക്കറിയാം. അപ്പൊ കേപ്പിയുടെ കൂടെ ജീവിക്കാൻ താല്പര്യമുള്ള ഫാൻസ് ഉണ്ടെങ്കിൽ പുതിയ വാങ്ങിയ എന്താ ചെയ്യുന്ന ഇവിടെ വെക്ക. വേറെ ആൾക്കാരുണ്ടാവും, വേറെ ആൾക്കാർ പോയി വന്നിട്ട് കാണാം. ഓക്കെ, കാർ പോയി എടുക്കട്ടെ. കാർ എടുക്കാൻ പോവാ. നടക്കട്ടെ. കല്യാണം ബാസിലെവിടെ? എല്ലാരും പാസ്പോർട്ട് കൊണ്ടെടുത്താട്ടോ. ആരെ സൗണ്ട് ഉണ്ടാക്കണ അറിയില്ല. എന്താ ആൾക്കാരെ പറ്റിച്ച 500 റുപ്യ എന്നിട്ട് നമ്മള് വാങ്ങിയോ? അത് വാങ്ങി. എന്താ നമ്മള് 500 റുപ്യ ഈ ഒരു സാധനം ആൾക്കാർക്ക് 500 റുപ്യക്ക് വിൽക്കുക. എന്നിട്ട് അത് വാങ്ങാൻ കുറെ ആൾക്കാരും. എന്നിട്ട് താനത് വാങ്ങിയോടാ? ഒന്ന് വാങ്ങി ഇഷ്ടപ്പെട്ടപ്പോ. ലുട്ടാപ്പിയുടെ മാന്ത്രിക വടി 10,000 രൂപ പോലും. എന്താലേ? എന്നിട്ട് താൻ വാങ്ങിയോ? ഒന്ന് വാങ്ങി, അതേപോലെ ആയി. അപ്പൊ പുതിയ വീട് ഷാനും കണ്ടിട്ടില്ല, ഇച്ചി കണ്ടിട്ടില്ല. അന്നപ്പോ ആരാ വന്ന് വ്ളോഗ് എടുക്കാന്? അന്ന് കെൻസ അല്ല, ഹിഷാം കണ്ണമംഗലം. കണ്ണമംഗലത്ത് ഹിഷാമാണ് അന്ന് നമ്മളെ കൂടെ വന്നിട്ടോ. ആ കണ്ണമ്പറത്ത് ഹിഷാം. ഹിഷാം കേരൻ എന്താ ചോദിച്ചു? അത് ഹിഷാം കെൻസ് എന്നാണ്. നമ്മളെ പേരിപ്പോ ഹനാൻ ഷാ എന്നുള്ള ഹനാൻ എസ് എന്നിടുക ആണോ? എന്താ അത്? എന്നിട്ടേ ഹിഷാം കെൻസ് എന്നാണ്. അപ്പൊ ഹിഷാം കെ എന്താ അത് കെൻസ് എന്നാണ് പറഞ്ഞിട്ട് നമ്മളോട്. പാസ്പോർട്ട് നമ്മള് ട്രിപ്പിന് വേണ്ടി പാസ്പോർട്ട് എന്തോ അപേക്ഷിച്ചപ്പോണ്ടേ ഹിഷാം കണ്ണമംഗലം. ആ കണ്ണമ്പറത്ത് ഹിഷാം ഹാജി ആടോ. അല്ല എന്റെ കിളി പോയിട്ടാ. അപ്പൊ കെൻസ് ഫാൻസ് ഒക്കെ നോക്കിയിരുന്നോളി. കെൻസിന്റെ പേര് നിങ്ങളെ ആരാധിക്കുന്ന ആളെ പേരതല്ല. അവൻ അവനെ തന്നെ വിളിക്കുന്നത് വിമൽ കുമാർ. ആള് മാറിപ്പോയി, അത് അവനല്ല. അപ്പൊ ഞാനല്ല, ഞാൻ മറ്റേ വീഡിയോ രസണ്ടടാ. വാണേ വാങ്ങിക്കോളൂ, 500 റുപ്യ ഉള്ളു. എല്ലാരും വാങ്ങിക്കോളൂ. കൊല്ലല്ലേ അതിനെ. നല്ല രസം അത്. എടാ നമ്മളെ നാട്ടില് വികസനം വന്ന്. വികസനം കമ്പി
സുഹൃത്തുക്കളെ, നമ്മളെ നാട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ കമ്പികളും സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളെ നാട്ടില് റോഡും ബൈക്കിൽ ഇതാ കമ്പി പാലത്തിന് പെയിന്റ് അടിച്ചിട്ടാ. ഇതാ പാലത്തിന് പെയിന്റ് അടിച്ചിട്ടുണ്ട്. പാലത്തിന് ഇതാ പുതിയ മതിൽ കെട്ടിയിട്ട് പെയിന്റ് അടിച്ചു. നാട് വികസിച്ചോണ്ടിരിക്കുന്നു. ഇതാണ് എന്റെ നാട് കേട്ടാ, കണ്ടോളി. കേരള നാട് എൻ്റെ നാട്, കേരള നാട് എൻ്റെ വീടും നാടും നാടും വീടും കണിക്കൊന്ന പൂക്കും നാട്, കണിക്കൊന്നയുള്ള നാട് കേരള നാട്. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങോട്ട്. നമ്മൾ പുതിയ വീട് ഏകദേശം ഒരു 10-35 കിലോമീറ്റർ മാറിയിട്ടാണ് പോവാനുള്ളത്. അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും നമ്മളെ വീടിന്റെ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഹൗ മച്ച് എക്സൈറ്റഡ് യു ആർ ഫോർ തായ്ലൻഡ് ട്രിപ്പ്? അപ്പൊ അസറുവിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അസറും കസക്കിസ്ഥാനിക്ക് മാത്രല്ലേ നമ്മളൊപ്പം പോകാത്തുള്ളൂ. അതിന് ഞാൻ വേറെ എവിടേക്കും പോയിട്ടില്ല. ഞാൻ തായ്ലൻഡിലേക്ക് പോയിട്ടുള്ളൂ. നമ്മളൊപ്പം പോവാത്തതോ? പിന്നെ ജോർജിയക്ക് പോയി. നമ്മളൊപ്പം പിന്നെ പോയത് ജോർജിയക്കും ഇവിടുക്കന്നുള്ളൂ. തായ്ലൻഡിക്കും ദുബായിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങൾ ആകെ ട്രാവൽ ചെയ്തിരിക്കുന്നത് ഒന്ന് ദുബായ്. ട്രിപ്പ് പർപ്പസ് അല്ലേ? ട്രിപ്പ് പർപ്പസ് ആകെ നമ്മള് പോയത് ഒന്ന് ജോർജിയയിൽ തന്നെ കുറച്ച് ദിവസം ട്രിപ്പ് പോയിട്ടുള്ളൂ. നമ്മള് 2 ദിവസം 3 ദിവസം അതൊരു ട്രിപ്പ് ഇനി. എന്നെ പറ്റിച്ചുകൊണ്ടതാണത്. ഇവരെല്ലാരും ഞാൻ ട്രിപ്പ് ഞാൻ കടന്നുറങ്ങുന്ന ആളാട്ടോ. എനിക്ക് വല്ലാതെ എനിക്കെന്താ അറിയോ, ആ സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതുള്ളൂ. അവിടെ പോയി കടന്നുറങ്ങാം, അല്ലാതെ അവിടുത്തെ സ്ഥലം കാണണല്ലോ. എന്നോടും ഹനാനോടും അസർ പറഞ്ഞില്ല, നല്ല ലോങ് ആണ്. എന്നോട് പറഞ്ഞു ഇതെപ്പോഴുള്ളൂ 3 മണിക്കൂർ 4 മണിക്കൂറുള്ള ട്രാവൽ. അവരോട് സ്ഥലത്തിന്റെ പേര് ചോദിച്ചു, ഏതാണ് സ്ഥലം. അപ്പൊ സ്ഥലത്തിന്റെ പേര് 2 സ്ഥലം പറഞ്ഞു. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനിൽ 2 സ്ഥലം അടിച്ചപ്പോൾ ടോട്ടൽ 800 കിലോമീറ്റർ. അതായത് തലേന്ന് കടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് എത്തിയിട്ടില്ല. ഉച്ചക്ക് ആടോ, പിറ്റേന്ന് ഉച്ചക്കാണ് ആ സ്ഥലത്ത് എത്തണത്. നമ്മള് ഇപ്രാവശ്യം സീനും പ്ലാൻ കേട്ടോ. ശരിയാ. ഒരു അടിപൊളി സ്ഥലമുണ്ട്, അടിപൊളി സ്ഥലം, അടിപൊളി വ്യൂ പോയിന്റ്. അതിനൊരു പേരുണ്ട്, സ്ക്വാജാരി സീനാണെന്ന് പറഞ്ഞത്. കിട്ടിയോ? ആളെ കിട്ടിയോ നിമിഷ? അതത്ര ഉള്ളു. പക്ഷെ അന്ന് നമ്മളെന്താ വെച്ചാൽ ഇത്ര ടീം പോയിട്ടില്ല. ഇതൊരു 1.5 ട്രിപ്പ് ആവും. ആരെ അത് റിട്ടേൺ അടിച്ചോളാം നിമിഷ. റിട്ടേൺ അടിച്ചോട്ടെ, നമ്മളെ ഫോണില് ചെയ്തതല്ലേ അത്. വേറെ ഒരു പണി എന്താണെന്നറിയും. അത് പണി എന്നാണ് ബ്രോ? നമ്പർ മാത്രം കൊടുത്തതാവും. ഇതിന്റെ എൻക്വയറി നമ്പറാണ്. അത് പബ്ലിക് ആയിട്ടുള്ള നമ്പർ, അതെല്ലാവർക്കും കൊടുക്കാറ്. ഫേമസ് ബ്ലോഗർ ആൻഡ് ഫോട്ടോഗ്രാഫർ ആണ് പറയും. അങ്ങനെ കൊടുക്കുവേ. നമ്മളെ അഡ്രസ് കിട്ടി ചെടിച്ചട്ടികളൊക്കെ. ഈ നമ്പർ പറയാ. ഹലോ ഹലോ ഹലോ. 10 നമ്പർ പറയും. 2 നമ്പർ പറയും. 30 75 44. ഓക്കെ. പണി അറിയില്ലാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ക്ലിപ്പ് മാത്രം പ്രീമിയർ പ്രോ കിട്ടിയാണ്ട് ഡിസ്പ്ലേ കൂട്ടിയിടും. അപ്പൊ കിട്ടും. അതൊന്ന് പറഞ്ഞു കൊടുക്കല്ലേ നീ. എനിക്ക് കട്ടേൻ അറിയില്ല, അതുകൊണ്ടാണ്. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഓർഡർ ചെയ്യണവർക്ക് അക്കൗണ്ടിൽ ഉണ്ടാക്കണല്ലോ ഓൾറെഡി, ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഏതിലാണെങ്കിലും. അപ്പൊ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിന്റെ റിയൽ നമ്പർ കിട്ടില്ല. ആ നമ്പർ തരാൻ പറയും. ഇപ്പൊ ഡീൽ ചെയ്യാറ് അപ്പൊ ഡീൽ ചെയ്താ പോരെ നമുക്ക്. എന്തു ചെയ്യാം. അപ്പൊ സുഹൃത്തുക്കളെ, വരും ദിവസങ്ങളിലെ വ്ളോഗ് തീ പോലത്തെ വ്ളോഗ് ആവട്ടോ. തീമഴ പോലത്തെ വ്ളോഗ്സ് ആവും ഇൻഷാല്ലാ വരാൻ പോണത്. കാരണം നമ്മള് കുറെ ആയിട്ട് ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പൊ ട്രാവൽ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റേതായ എല്ലാ തയ്യാറെടുപ്പുകളിലാണ് നമ്മളെല്ലാരും നിൽക്കുന്നത്. കാര്യം അവിടെ എത്തുമ്പോ അവിടുന്ന് വാങ്ങാനുള്ള ഐഡിയയിലുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ വീടും പരിസരങ്ങളിലും എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് 3 മാസത്തേക്ക് അല്ലെങ്കിൽ 4 മാസത്തേക്ക് നമ്മൾ മാറി നിൽക്കുന്ന വീട് ഇതാവട്ടോ. ഇൻഷാല്ലാ നമ്മൾ കാര്യങ്ങളൊക്കെ ഇപ്പം സലാമത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ആ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും കേട്ടോ. ഈ വീട്ടിലാവും നിൽക്കാൻ പോണത്. വീട് മാറിയിരിക്കുകയാണ്. പെരപ്പണി കഴിയണ വരെ ഇനി ഇവിടെ നിൽക്കേണ്ടി വരും കേട്ടോ. ഇവിടെ നമ്മൾ റെന്റിനാണ് നിൽക്കണത്. ഇത് നമ്മളെ മെഷീനല്ലേ? ഓ ഹായ്. കാറ്റും വെളിച്ചമായല്ലോ. കാറ്റും വെളിച്ചമായല്ലോ. അറിയാവൂ. ഹായ്, സുഖം.
ആ നിങ്ങളില്ലേ ആ ഓക്കെ ഓക്കെ ദമാമിലോ ആ അന്ന് പ്രശ്നമായേ ആ അവിടെ ഉണ്ടായിരുന്നോ ഞങ്ങളെല്ലാരും ഉണ്ടായി ആ ഓക്കെ 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 എന്താ അവസ്ഥ ശരിയാക്കി എടുക്കാണ്ട് നല്ല പണിയുണ്ട് ആണോ ആ ഇല്ല റെഡിയാക്കാം നോ പ്രോബ്ലം അപ്പം ഇത് ഇവിടുത്തെ ഒരു സിറ്റിംഗ് റൂം ഇട്ടാ സിറ്റിംഗ് റൂം പരിപാടികൾ ഇപ്പം നമ്മൾ ഗസ്റ്റുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ചില്ലറ സെറ്റപ്പ് ഇതൊക്കെ മാറ്റും ആരും ഒന്ന് എന്ത് മീറ്റിംഗ് ഒരു മീറ്റിങ്ങും ഇല്ല 2 മാസം സ്കൂൾ പൂട്ടി എൻജോയ് ചെയ്യാം അപ്പം ഇതാണ് ഹാള് ഇവിടെ നോക്കട്ടെ ചേച്ചിയെ റെഡിയായാ കുട്ടികളുടെ ഉണ്ടാ അവിടെ ഇരുന്നല്ലേ അപ്പൊ ഇതാണ് ഒരു റൂം ഇട്ടാ ചേച്ചിമാരുണ്ട് ഓല് പണിയിലാണ് ഇവിടുന്ന് ഇങ്ങോട്ട് പോയമാടും സാധനങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ വെച്ചേ ആ റെഡിയാക്കി എടുക്കാണ്ടായിനില്ലേ ജിമോര് ഇവിടെ റൂം ആക്കിയാ അപ്പം ബാത്ടബ് ഒക്കെ ഉണ്ടോ സവാട്ടി ഇവിടെ കണ്ടന്ന് കുളിക്കാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ എന്ത് ഡ്രസ്സിനകത്ത് മതിയാവും അന്നത് അത്യാവശ്യത്തിൽ അധികം ഉണ്ടല്ലോ അത് എല്ലാ റൂമിനും ഉണ്ട് വാർഡ്രോബ് അപ്പൊ മാറിക്കുമ്പോൾ സെറ്റാവും പിന്നെ ഇവിടെ ബെഡും കാര്യങ്ങളൊക്കെ വരുന്നത് ഹാളാണ് മെയിൻ അട്രാക്ഷൻ ഉണ്ടാവും അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഓടി നടന്ന് വ്ളോഗ് എടുക്കാനുള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ട് തോന്നുന്നു കാരണം എന്ത് പരിപാടിക്കും എന്ത് സംഭവത്തിനും പറ്റുന്ന ഒരു ഹാളുണ്ട് നോമ്പിന് വീടാണെങ്കിലോ പക്ഷെ നോമ്പിന് നമ്മളെ വീടന്നെ ആ ശരിയാ ഫുഡ് കഴിക്കാനൊക്കെ നോമ്പിന് വീടാണ് സെറ്റ് ചെയ്യുന്നത് ഈ വീട് പണി എന്തിന് എൻ്റെ പ്രിയ പ്രേക്ഷകരോട് ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു ഈ വീട് പണി എന്തിന് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തിന് 10,600 ആളെ അറിയിച്ചിരുന്നു ഇവിടെ പെയിന്റ് അടിച്ചാ ഇത് വാഷിംഗ് ബേസിന്റെ പരിപാടികളൊക്കെ ഉള്ള ഒരു ഏരിയ കേട്ടോ വാഷിംഗ് ബേസിനല്ല വാഷിംഗ് ബേസ് ബേസിനെ അറിയാപ്പോ എന്തിനാ ബേസിനും പറയും അപ്പൊ ഇത് വെറുതെ വീഡിയോ എടുക്കാം വാഷിംഗ് ബേസിനല്ല അപ്പൊ ഇത് ഹാർട്ടോ അല്ല അതെനിക്കൊന്നും വേണ്ട ജസ്റ്റ് ചേഞ്ച് ചെയ്യാനുള്ള പറഞ്ഞിട്ട് എടുക്കണം പിന്നെ ഇതൊരു റൂം ഇവിടെയും ഇവിടെ ഒരു ബെഡ്റൂം അല്ലേ അഫീനെ ഇങ്ങോട്ടാക്കാം മിക്കാറും ഉപ്പച്ചി ഇമ്മച്ചിയോ ആരെങ്കിലും ഇങ്ങോട്ടാണ് ഉപ്പച്ചി ഇമ്മച്ചിക്ക് ആ വലിയ റൂം ഇവിടെ ഉപ്പച്ചി ഇമ്മച്ചിയാ ചേച്ചിയെ ആ ഇവിടെ ഒക്കെ കേട്ടോ ആഴ്ചമാത്തൻ ഉണ്ടായിരുന്നു അപ്പൊ പോയിട്ടുള്ളൂ ആഴ്ചമാത്താനെ ഇപ്പൊ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക വണ്ടി കൊണ്ടുവരല്ലേ ആ ഇത് വർക്ക് ചെയ്യോ എന്താ കൂൾ ഡ്രിങ്ക്സ് ഒഴിച്ചു കുടിക്കാൻ പറ്റിയ ഫ്രിഡ്ജോ അപ്പൊ ഐസ് കട്ട ചാടും അത് മൂടും അപ്പൊ ഇതാണ് നമ്മളെ കിച്ചൺ ട്ടാ കിച്ചൺ ഒരു ഓക്കെ സെറ്റപ്പിലുള്ള ഒരു കിച്ചണാണ് മറ്റേ പുകയില്ലാത്ത ആലുവാടുപ്പൊക്കെ ഉണ്ട് കേട്ടോ പുകയൊക്കെ മേലേക്ക് പോവും സീൻ പരിപാടി ഇവിടെ ഇതെന്താ ഇത് സ്റ്റോർ റൂം ഇങ്ങനത്തെ റൂം നല്ലതാ അതപ്പോ എല്ലാ സാധനം ഇവിടെ വെച്ചാൽ അല്ലേ എന്നിട്ട് ആവശ്യമുള്ള പോയി ഇട്ടാ പോലെ അപ്പൊ ഇവിടെ വൃത്തി ഉണ്ടാവും അല്ലേ ഇത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഏരിയ കേട്ടോ ഇത് നമുക്ക് ഇവിടെ ഉള്ളൊരു ഫ്രീ സ്പേസ് ആണ് സുഖമായിട്ട് നമുക്ക് അടിപൊളിയാക്കാൻ പറ്റിയൊരു സ്പേസ് ആണ് പിന്നെ മേലേക്ക് തെങ്ങ് കവുങ്ങ് പരിപാടികളെല്ലാം ഉണ്ട് കർമൂസ ഉണ്ട് കേട്ടോ കർമൂസ റെഡി ആയി വരുന്നുണ്ട് കറുത്തുങ്കായ് റെഡ് പറഞ്ഞ പോലെ എന്താ പറഞ്ഞ കറുവത്തോ ആ കറുത്തുങ്കായ് ഇതാ റെഡിന്റെ പിന്നെ ബാ
ആലുവടുപ്പ് അച്ചാറ എന്നത്തെ അച്ചാറാണാവോ അച്ചാറ് കാലം കൂടുമ്പം ടേസ്റ്റ് കൂടുതലാണ്. തിന്നോ. പിന്നെ നമുക്ക് മേലെ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടാ. അവിടെ നമുക്കൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റൂം ഉണ്ട് കേട്ടോ. ഇതൊരു കുഞ്ഞു റൂം ഇവിടെ ഉണ്ട്. ഇവിടെ ബെഡൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലേ, വിരിപ്പ് മാത്രം എടുത്ത് ഇവിടെ ഒരിക്കലും എടുക്കാൻ കഴിയില്ല. അത്ര പറ്റിയ സുഖമായിട്ട് കിടക്കട്ടോ. എനിക്ക് ഈ റൂം മതി. AC വേണ്ട. ഫാനില്ലേ? ഫാനില്ലേ? മറ്റേ ഇത് വെക്കേണ്ടി ആ വെളിച്ചം ഉണ്ടാവില്ല. അതായത് ഇത് ഇട്ടിട്ട് കിടന്നാൽ മതിടാ. ഇത് നല്ല അടിച്ചടിച്ച് കിടന്നാൽ മതി. എനിക്ക് ഇങ്ങനത്തെ റൂം ഇഷ്ടട്ടോ. പണ്ടത്തെ അറമുറികളിലൊക്കെ റൂം. ഇത് മേലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കാട്ടാളൻ്റെ പോസ്റ്റർ കാണാം. May 14 റിലീസ്. ഞാനൊരു വീഡിയോ എങ്ങനെ എടുക്കേ പണി നടന്നുണ്ട്. ഇത് ഇറക്കാം അല്ലേ? ആ സെറ്റാക്കാം. ആ അപ്പോൾ ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് രാത്രിയൊക്കെ കൂടണമെങ്കിൽ ചിക്കനൊക്കെ ചുടാനും പരിപാടികൾക്കും കുളിക്കണമെങ്കിലും. പിന്നെ തൊട്ടപ്പുറത്ത് നമുക്കിപ്പോൾ ഇറങ്ങി കുളിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, പുഴ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്, പക്ഷേ മഴക്കാലം വരുമ്പോൾ ഒന്ന് സെറ്റാവും പുഴ. ആ സൈഡിലേക്ക് പുഴ നല്ല നീളം വീതിയുണ്ട്. പിന്നെ ഈ സൈഡും നമുക്ക് എന്ത് ചെയ്യാം, രാത്രി മറ്റേ ലൈറ്റൊക്കെ തൂക്കിയിട്ടേ നമുക്കൊരു ബാർബിക്യൂ അടിക്കാം അല്ലേ? മാർക്കോനെ ഇവിടെ ഇട്ടാലോ, പക്ഷെ കറണ്ട് അടിക്കും മാർക്കൊക്കെ. പക്ഷെ നല്ല കൂടെ നമുക്ക് കൂടിൻ്റെ ആവശ്യമില്ല. ഇനി അതിനുള്ളത്തെ സാധനം എടുത്താൽ അത് നോക്കി നോക്കി. പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ പണിയാവൂലേ? വേണ്ട, ഈ ചൂടും ശരിയില്ല. അത് നടക്കൂല. പിന്നെ അങ്ങോട്ട് ഒരിതുണ്ട് കേട്ടോ, ഒളിത്താവളം. അതിൻ്റെ മേലൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ചില വിരുന്നേരൊക്കെ വരുമ്പോൾ നമുക്ക് ഒളിച്ചിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങോട്ട് ഒളിച്ചിക്ക കയറിയിട്ടോ. കടം കൊടുത്ത ആൾക്കാരൊക്കെ വരില്ല, അപ്പോൾ ഓലൊക്കെ ചോദിക്കാൻ വരുന്നുണ്ടെങ്കിൽ പായ. പിന്നെ ഇതെന്ത് വാഷ്റൂമാ? ആ റൂമുണ്ടല്ലേ? ആ അന്ന് കണ്ട. പിന്നെ ഇവിടെ ഒരു റൂം വരുന്നുണ്ട്. ട്രെയിൻ എന്ന കമ്പനിയല്ലേ? അന്ന കമ്പനിയാണ് ഈ റൂമിൽ. ഓക്കെ അല്ലേ നിമിഷ? പക്ഷെ മേലെ കയറി കയറണം. ഞാനല്ല ഇവിടെ. ഓ, ചിത്രം വരക്കാൻ പറ്റിയ കണ്ണാടിതാ. പിന്നെ ഇവിടുത്തെ വാഷ്റൂം. ഇപ്പോൾ വാഷ്റൂം റൂമിൻ്റെ വലുപ്പമുണ്ട് എല്ലാ വാഷ്റൂമിലും അല്ലേ? ആസ്വദിച്ച് പരിപാടിക്ക് ഇറങ്ങാം. ഇത് നമ്മൾ നേരത്തെ കണ്ട സ്പേസ് ആണ് കേട്ടോ. പുഴ ഉണ്ടോളിട്ടാ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നാടിൻ്റെ വശ്യ ഭംഗി നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു റൂം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരു റൂമുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് വർക്കൗട്ട് ചെയ്യട്ടെങ്കിൽ കാലിന് വർക്കൗട്ട് ചെയ്യാം അല്ലേ? ഇതെല്ലാത്തിനുള്ളല്ലേ? മറ്റേ മെഷീനല്ലേ? വർക്കൗട്ട് മെഷീൻ ഉണ്ടെങ്കിൽ അത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഫുൾ ബാൽക്കണി പരിപാടികളുണ്ട്. ഇവിടെ നമുക്ക് ഈ വീടിൻ്റെ കറക്റ്റ് ഭംഗി കിട്ടും കേട്ടോ. ഒരു സൈഡ് മൊത്തം കവുങ്ങുന്തോട്ടം, എല്ലാ മരങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് മെയിനായിട്ട് വീട് എടുത്തത്. പ്രകൃതിയാണ് വീട്. അതായത് കവുങ്ങുന്തോട്ടം, തെങ്ങുന്തോട്ടം, തേക്ക്, കവുങ്ങ്, പന, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ചക്ക, മാങ്ങ, തേങ്ങ തുടങ്ങിയ ഫലാദി ഫലഭൂഷാദികളെല്ലാം ഉണ്ട്. ആച്ചാറോ ഓലോട് പറയണം, അതിന് മലയാളിയാണ് നടക്കണത്. ഓ, ഇത് മാസ്മരിക റൂം. എല്ലാം ഒരേപോലെ തന്നെ, പക്ഷെ ഭയങ്കര സ്പേസ് അല്ലേ? എനിക്ക് അടിയത്തെ റൂം ഇവിടെ
ടബ് അടിയിലുണ്ടേ എന്താ ചെയ്യ പെപ്സി കുടിച്ചുണ്ടോ. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീടിന്റെ വശ്യ ഭംഗി കറക്റ്റ് കേട്ടോ. സേലം മാങ്ങ ആ സൈഡിൽ നമുക്ക് സേലം മാങ്ങ പൊട്ടിച്ച് വയ്ക്കണമെങ്കിൽ അസറോ ആ സേലം മാങ്ങ പൊട്ടിച്ച് വയ്ക്കണമെങ്കിൽ സേലം മാങ്ങകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8 കിട്ടൊക്കെ സേലം മാങ്ങകൾ വാങ്ങി. സേലം മാങ്ങ ഉണ്ട്. ഇതെന്ത് മാങ്ങയാ? സേലം മാങ്ങ ഉറപ്പാണോ? പിന്നെ കോമാങ്ങ ഉണ്ടെങ്കിൽ ഇതാ സാധാ നാടൻ മാങ്ങയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ നോക്കിയാൽ നാടൻ മാങ്ങ ഉണ്ട്. പിന്നെ ആ സൈഡിലും കൂടി ഒരു മാങ്ങ മുച്ചുണ്ട്. അവിടെ മാങ്ങ എന്ത് മാങ്ങയാ? 3 തരം മാങ്ങകളുള്ള വീടാട്ടോ. പിന്നെ തെങ്ങ് തേങ്ങ പരിപാടികളെല്ലാം ഉണ്ട് കേട്ടോ. പുഴ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. എടാ ഫുള്ള് മതിലുണ്ട്. മാർക്കോനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഫ്രീ ആക്കി വിടാം. മാർക്കോനല്ലേ കൗത്തില് കയറില്ലാതെ വിടാം. അയച്ചു വിടാം. ഇതെന്താ? ഓ ഇത് അടിക്ക് വെളിച്ചം വരുന്നേ അല്ലേ? അടിയിലൊക്കെ ആരിലൊക്കെ വന്ന് നിൽക്കാൻ പുതിയ ഗസ്റ്റുകളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഉസ്താദ് ഹോട്ടലത്തെ പോലെ എങ്ങനെ നോക്കാൻ, ഫൈസീനെ നോക്കാൻ. ഭാര്യ നീച്ച് പോകാത്തോണ്ട് ഇവിടെ വെള്ളം ഒഴിച്ചു ചെയ്യാം. അതാണ് അങ്ങനെയുണ്ട്. വെള്ളം തളിച്ചു മഴ പെയ്യുന്നുണ്ട്. ബുക്ക് സംതിങ് ഫോർ അവർ ഗസ്റ്റ്. ഓർഡർ ഊബർ. ഇക്ക നമുക്ക് നമ്മളെ TV കൊണ്ടുവന്നൂടെ? TV നമുക്ക് കൊണ്ടുവന്നൂടെ നമ്മളെ വീട്ടിലത്തെ? കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തൂടെ? എവിടെയുള്ളത്? താഴെ അല്ലേ? ആ താഴെ സോഫന്റെ അവിടെ. വൈഫൈ ഇവിടെ ഏതാ? ഫോണാ കേരള വിഷനോ? ജിയോന്റെ? ജിയോ കിട്ടോ അങ്ങോട്ട്? ആണോ? ആ അത്യാവശ്യം പറഞ്ഞല്ലേ? ആ നമ്മളെ പേരിൽ പല സ്പീഡിലൊരു വൈഫൈ ഉണ്ട്. അത് വേണമെങ്കിൽ കുറച്ച് ദിവസത്തിന് ഇവിടെ ഫിറ്റ് ചെയ്യണം, മാറ്റി ഫിറ്റ് ചെയ്യിപ്പിക്കാം. എന്നാൽ മേലൊക്കെ അതും കൊണ്ട് താഴെ. ആ എന്നാൽ വൈഫൈക്കാരനെ വിടാം. നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഒരു സിസ്റ്റം, അത് ജസ്റ്റ് മാറ്റി വിടാം. ആ പക്ഷെ മേലെ എന്തായാലും വേണ്ടി വരും. ആ മനസ്സിലായി. ഓ അത് 350 MB/s എന്തായാലും ഉണ്ട്. വ്ളോഗ് എത്ര? വ്ളോഗില്ലേ? ആ അപ്ലോഡിങ് സ്പീഡ് മിനിമം 350 MB/s. ആ വ്ളോഗ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് 3 മിനിറ്റ് കൊണ്ട് അപ്ലോഡ് ആയടോ. ഇത് നമ്മളെ മറുപടിട്ടോ. ഇന്നലെ മഴ ഇത് പരിപാടി പേരും മഴ രണ്ടും. പക്ഷെ കിട്ടില്ല പരിപാടി, കിട്ടില്ല സെറ്റപ്പ്. ഇനി പിന്നെന്ത് അപ്പുറത്തെ ഇന്നത്തെ പരിപാടി കാണത്. പരിപാടിന്റെ അടിയിൽ ഇന്നലെ തീയിട്ടു. പരിപാടി തീയിടാന്ന് കേട്ടിട്ടുള്ളൂ. പരിപാടിക്ക് ഇന്നലെ തീയിട്ടു കാര്യത്തിൽ കേട്ടോ. മെന്റർ കോളേജിൽ. പക്ഷെ സൂപ്പർ പരിപാടി, സൂപ്പർ കോളേജ്, സൂപ്പർ കുട്ടികൾ, സൂപ്പർ മാനേജ്മെന്റ്, ഭയങ്കര സപ്പോർട്ട്. മെന്റർ കോളേജ് അടിപൊളി കോളേജ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട്, ഫുള്ളി നമ്മളായിട്ട് ഭയങ്കര സപ്പോർട്ട് കഴിഞ്ഞാല്. കാരണം മഴ പെയ്തിട്ട് 7 മണിക്ക് പരിപാടി തുടങ്ങി. 7:15 മഴ തുടങ്ങിയിട്ട് 9:15 വരെ മഴ ഉണ്ട്. 9:15 വരെ ഈ കുട്ടികൾ ഒറ്റൊന്നും പോവാതെ അവിടെ തന്നെ നിന്നു, പെരെ പോവാതെ. നമ്മൾ സ്റ്റേജ് വാങ്ങി കൊണ്ടാടുന്നു. പരിപാടി കാണേണ്ടതുള്ളണ്ടാവും. പോയി കുറെ കാലം വെയിറ്റ് ചെയ്ത് നിന്നിട്ട്. അസല കുറച്ച് ഹാപ്പി ഫീസ് കുടിച്ചാച്ചി. കോൺസെൻട്രേറ്റ് ആവട്ടോ, കാലങ്ങും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ TV ഇവിടെ എത്താലേ IPL വേൾഡ് കപ്പ് ഒക്കെ വരാൻ പോണത്. TV ഇവിടെ എന്തായാലും ഫിറ്റ് ചെയ്യണം. IPL ആണ്ടേ? IPL കാണണം. അടുത്ത ടീം വേൾഡ് കപ്പ് അതത്ര ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? TV ഇവിടെ വെക്കാം. ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം. ഇതിന്റെ പാസ്വേഡ് ഒന്ന് തരുമോ? ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കിയിട്ട് ഊക്കളയിൽ എത്ര സ്പീഡ് ഒക്കെ MB/s ഉണ്ടോക്കെ. ആ ഊക്കിലോക്കിക്കോ. ഊക്കില അക്യുറേറ്റ്. അതിന്റെ പാസ്വേഡ് ഒന്ന് തരുമോ? ബാ അപ്പൊ തന്നെ മെയിനായിട്ട് കേട്ടോ. വേറെ ഒന്നും ഇപ്പോൾ കാര്യമായിട്ട് കാണാനല്ല. ഈ ഏരിയക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചക്ക ഉണ്ടോ? ചക്കതാ ചക്ക സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ ചക്കയും പരിപാടികളും അതും ഉണ്ട് കേട്ടോ.
എന്താണ് അസറോ കിട്ടിയ പോലെ അച്ചാറ് തരുവച്ചടാ. പറയുമ്പോ വലിയ ആളാണ് അസറു. ജോർജിയയിൽ പഠിക്കാണ്. ഡോക്ടറാട്ടോ. ഓൻ ഡോക്ടറാ. ഇപ്പൊ വർക്ക് ചെയ്യണില്ല. MBBS കംപ്ലീറ്റ് ചെയ്താ ഇല്ല ജോർജിയല്ലേ. ഈ പെട്ടി ഉപകരിക്കും നിമിഷ. വാച്ചുകളും സാധനങ്ങളൊക്കെ ഇതിലിടാ. വൈഫൈ അത്യാവശ്യം സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മേലെ വൈഫൈൻ്റെ ആവശ്യം അഫിക്ക് എന്തായാലും വേണ്ടിയിട്ടാണ്. ഫോണിൻ്റെ ഗെയിമിംഗ് സിസ്റ്റമായിട്ട് ഇറങ്ങാൻ പോരാന്ന് പറയുന്നത്. ഫുൾ സാധനങ്ങൾ മേലത്തെ റൂമൊക്കെ വെച്ചിട്ട്. കാരണം അത്രയും കാലം കാത്തുനിന്നതിനാ. അത്രയും കാലം ഗെയിം കളിച്ചിട്ടില്ലല്ലോ. പാവായി നിൽക്കല്ലേ പരീക്ഷയിട്ട്. അപ്പം ഈ സൈഡൊക്കെ ഒന്ന് പോയിട്ട് കംപ്ലീറ്റ് കാണിച്ചു തരാം. അപ്പോൾ ആൾക്കാർ ഇതെന്താ അതിൻ്റെ ഒരു പേരില്ലേ? അപ്പോൾ തന്നെ പ്രകൃതി രമണിയാണ് മെയിനായിട്ട് നമ്മൾ പറയാനാണെങ്കിൽ നമ്മളിവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഫുള്ളി പ്രകൃതി രമണിഫൈഡ് ആവും നമ്മൾ ഈ ഒരു വീട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ മാറ്റണമെന്ന് ഞങ്ങളിവിടെ ഉണ്ടാവില്ല. ഞങ്ങളൊന്ന് പുറത്ത് പോവാണ്. ഫുൾ സാധനങ്ങൾ മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുന്നുണ്ടാവും കേട്ടോ. ഫുള്ളിങ്ങനെ ബാക്ക്ഗ്രൗണ്ടാണ് ചോക്ക്. ഫുൾ മരങ്ങളോട് മരം കേട്ടോ. മാഷാ അല്ലാഹ്. ഇത്രയും ഒരു പെര ഉണ്ടാക്കുമ്പോണ്ടല്ലോ, പെര കുറച്ച് ചെറുതാണെങ്കിലും മരം ഇങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എപ്പോഴേ നടണമെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ. വായക്കൊല ഉണ്ട് കേട്ടോ, പക്ഷെ അന്യൻ്റെ പറമ്പിലാണെന്നുള്ളൂ. അതൊന്നും വിഷയമല്ല. തെങ്ങ് ഇതും കേട്ടാ അല്ല, ഇലം കെട്ട് തൂങ്ങി കിടക്കുമ്പോൾ നമ്മളിതിൽ കൂട്ടാന്ന് പറഞ്ഞ് ആര് നമ്മൾ തന്നെയാണ്. സ്പേസ് കണ്ടമാനുണ്ടല്ലേ. പടക്കം പൊട്ടിച്ചാൽ ആർക്കും ബുദ്ധിമുട്ടില്ല. അല്ല അടുത്തൊന്നും ആരുമില്ല. അതിൻ്റെ മേലെ നിന്ന് വിടാ. അവിടുന്ന് അവിടെ ഫ്രീ ആണ്. ഇവിടെ തന്നെ ഫ്രീ ആണ്. ഫുൾ ഫ്രീ ആണ്. അതിന് പേരൻ്റെ ഉള്ളിൽ നമ്മൾ ഇതാക്കുമല്ലോ. നമ്മൾ ഇവിടെ നിന്നൊക്കെ പൊട്ടിക്കാനുള്ളൂ. പൊട്ടിക്കാണെങ്കിൽ അത് എന്നും പൊട്ടിക്കണമെന്നില്ല. എപ്പോഴേലും വിഷുവൊക്കെ വരല്ലേ. അപ്പോൾ വിഷു വരുമ്പോൾ മാർക്കോനെ അങ്ങോട്ട് മാറ്റണം. എസ്തറ്റിക്കിന് മാച്ച് ആവുന്ന ഒരാളാവുന്നല്ലേ. ഓൻ്റെ ടെറിട്ടറിയില്ലേ. ടെറിട്ടറി മാറും. അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിച്ച് നോക്കാം. ഇവിടുത്തെ ആളാവും. പക്ഷെ എന്താ വെച്ചാൽ അവിടെ ഒറ്റപ്പെടും ഫുൾ ടൈം. വിഷാദ രോഗത്തേക്ക് പോവും. ദേഷ്യം കൂടും അവന്. ഓൾറെഡി ദേഷ്യത്തിനൊരു കുറവില്ല. അപ്പോൾ എന്തായാലും ഇനി ഇറങ്ങി കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. സോ എനിക്ക് വളരെ സങ്കടത്തോടെ പറയാനുള്ളത് വെച്ചാൽ ഇനി നമ്മൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ഇങ്ങനെ ആയിക്കൊള്ളുന്നില്ല. കാര്യത്തിലാണോ? എനിക്ക് ചടപ്പുണ്ട്. കാരണം ഇത് ഭയങ്കര കംഫർട്ടായി. നീ ലൈക്ക് എന്തൊക്കെയാണ് സംഭവം 2006 ആണെങ്കിലും ഈ ഒരു മറ്റേ തോട്ടപ്പടി സെറ്റപ്പ് നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു കംഫർട്ട് സോൺ. നമ്മള് ഫോട്ടോ ഒക്കെ പണ്ട് 4ാം ക്ലാസ്സിലെ ഫോട്ടോ ഒക്കെ എപ്പോഴും ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ആണ് വായിച്ചോളി. ചില്ലറല്ല കേട്ടോ. ഇന്നും നിലയിൽ തുടങ്ങിയല്ല. 4ാം ക്ലാസ്സിൽ A ഗ്രേഡ് അറബിക് സോങ്, അറബിക് റെസിറ്റേഷൻ, അറബിക് സംഘഗാനം, മാപ്പിളപ്പാട്ട്, ഡിസ്ട്രിക്ട് സ്കൂൾ കലോത്സവം. ഇനി അതാ അടിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെയും കുറേ ഉണ്ട് കേട്ടോ. അതൊക്കെ പഠിക്കണമെങ്കിൽ കിട്ടിയത്. അതൊന്നും അതിലൊന്നും എൻ്റെ ഇല്ല. ഇതാ ഈ സാധനം ഇതാ നാഷണൽ കളിച്ചാ കേരളത്തിന് വേണ്ടി. ഓ അത് ചിലവായിക്കോളി. അപ്പം ഈച്ചു നാഷണൽ പ്ലെയർ ആണെന്നുള്ള അറിയാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഈച്ചു കേരളത്തിൻ്റെ റോൾ ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗോവയിൽ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് കേരളത്തിൻ്റെ ഗോൾ കീപ്പറായിട്ട് പോയിന്ന പ്ലെയർ ആട്ടോ ഈച്ചു. അതുപോലെ തന്നെ അത് ഈച്ചുവിൻ്റെ എന്തോ ക്ലാസ് 3ാം ക്ലാസ്സിൽ കിട്ടിയത്, 7ാം ക്ലാസ്സിൽ കിട്ടിയത്. ഇത് 2024 പരീക്ഷയിൽ ഉന്നത വിജയം. ഓ ഇത് എന്നത്തെയാ ഹനാൻ ഷാ കലാപ്രതിഭ PMSA UPS രാമൻകുത്ത്. ഹനാൻ ഷക്കുള്ള ക്യാഷ് പ്രൈസ്. എനിക്ക് അന്ന് സമ്മാനം കിട്ടിയാ. അന്ന് 7ാം ക്ലാസ്സിൽ ഈ നോട്ടില്ലേ. പൊക്കി അപ്പൊ ഞാൻ പിന്നെ അതാ കൊറേ സമ്മാനങ്ങളുണ്ട് കേട്ടാ. പുതിയ ഫാമിലിന്റെ ഉണ്ട്. ഈ സാധനം ഇത് കിട്ടിയതുണ്ട്. ഇതൊന്നല്ല എത്ര എണ്ണം ഇവിടുന്ന് കൊണ്ടുപോയിക്കണത്. LKG ഒക്കെ പോയില്ല ഇവിടുന്ന് ചെറുതിങ്ങനെ. ഇതെന്റെ വല്യമ്മ കേട്ടോ. ഈ ഫോട്ടോ ഒന്ന് കളർ തരാൻ കേട്ടോ. ഇല്ല അത് അവിടുക്കല്ലേ ചാടി. ഇവിടേക്ക് ചാടിയോണ്ട് കുഴപ്പമില്ല. പിന്നെയും ചാടി എന്താ
ഇതെൻ്റെ വല്യമ്മ കേട്ടോ. ഇത് ഇപ്പച്ചിമ്മച്ചി, ഇത് വല്യമ്മ. ഇതൊക്കെ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഉണ്ടാവില്ല, അതാണ്. പക്ഷെ ഇത് ഉണ്ടാവണം തിരിച്ചു വരുമ്പോൾ. കയ്യിലാരാ ഇതൊക്കെ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. സാലുമാണ് തോന്നി. സാലല്ലേ സാൽത്താത്ത. ഇതെൻ്റെ വല്യമ്മ. പിന്നെ ഇത് ഇപ്പച്ചിമ്മച്ചി കേട്ടോ. ലവ് ഫോർ എവർ പോപ്പുലർ സ്റ്റുഡിയോ നിലമ്പൂർ. അമ്മച്ചിൻ്റെ ഇപ്പച്ചിൻ്റെ ഒരു പഴയകാല ഫോട്ടോ. പിന്നെ ഡാഡിൻ്റെ അടുത്ത അമ്മച്ചിയാണ് ഇരിക്കണത്. ഇതിൻ്റെ പപ്പട്ടോ. അടുക്കത്ത് ബീരാൻകുട്ടി കുഞ്ഞാന്. അപ്പം പൂക്കോട്ടുപാറ ഏരിയയിലോ കൂറ്റമ്പാറ ഏരിയയിലോ ഉള്ളവര് അടുക്കത്ത് വീരാൻകുട്ടി ആരാ വെച്ചാൽ എടുത്ത് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ വ്ളോഗ് കണ്ടാൽ നിങ്ങളെ വെല്ലിപ്പാർക്ക് കാണിച്ചു കൊടുത്താൽ വെല്ലിപ്പാർ ഇപ്പം ഉണ്ടെന്നുണ്ട് വെല്ലിപ്പാർ പറഞ്ഞുതരും ആരേനും അടുക്കത്ത് വീരാൻകുട്ടി, അതായത് കുഞ്ഞാൻ ആരേനുള്ളത് പറഞ്ഞുതരും. കുഞ്ഞാന്റെ പേരക്കുട്ടികളാണ് ഞങ്ങള്. അടുക്കത്ത് വീരാൻകുട്ടിന്റെ പേരക്കുട്ടികളാണ് ഞങ്ങള്. അള്ളാഹു അടുക്കത്ത് വീരാൻകുട്ടിക്ക് ശക്തി കൊടുത്തിക്കണ്. ആ ശക്തിയാണ് നമുക്കൊക്കെ കിട്ടിയിരിക്കണത്. പക്ഷെ അതിന്റെ പകുതി പോലും കിട്ടിയിട്ടില്ല. ഇല്ല, ആ സത്യം ഇട്ടിക്കണ്. ആ അതായത് താവച്ചിട്ടിരിക്കണ്. പക്ഷെ അത് ഇപ്പൊ അന്ന് വലിയപ്പ ചെയ്തൊക്കെ ഇപ്പൊ ഇല്ലീഗലാ, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്താ കാലം ഏതോ വണ്ടി ഉണ്ടേനി അറിയോ, ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടേനി. വെല്ലിപ്പാന്റെ അടുത്ത് ജാബ് ഉണ്ടായി, ജർമ്മൻ ഷെപ്പേർഡ്, പിന്നെ വേറെ ജാക്കി പറഞ്ഞ നായുണ്ടായി, തോക്കുകള്, പരിപാടികള്, ഫുൾ ഗാങ്സ്റ്റർ. വെല്ലിപ്പ വാസ് എ ഗാങ്സ്റ്റർ. പാബ്ലോ എസ്കോബാർ അത് കിട്ടിക്കണം. വണ്ടിപ്പിരാന്ത് നായ്പിരാന്ത് കിട്ടിക്കണം. ആ ഒരു ക്വാളിറ്റി അന്നത്തെ ഫോട്ടോ കേട്ടോ. ഇത് ഡാഡി, ഇപ്പപ്പ, ഇതിന്റെ അമ്മമ്മ കേട്ടോ. ഞാൻ ഇന്ന് ഇങ്ങനെ കാണുന്ന അവസ്ഥയില്, അതായത് പാട്ടും പരിപാടിയും അടിപൊളിയാക്കാൻ ഇന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളാട്ടോ ഇവിടെ ഉള്ളത്. ഇത് മെച്ചി, ഇത് ബാവുക്കാട്ടോ. ഡാഡി ഏതാ സ്റ്റൈല് മോനെ. അന്നത്തെ റിച്ച് ഫാമിലിയാണ് വിലേ. ആലോചിച്ചോക്ക് എന്താ കാലായിക്കാരെന്ത്. ഇമ്മച്ചിന്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ എനിക്കില്ല. ഇവിടെ ചെറുപ്പകാലത്തെ ഫോട്ടോ അന്ന് അത്രയും കാലത്ത് ഇത് അന്ന കാലം വൻ ഇൻഫ്ലുവൻസ് ആണ്. അല്ല വെല്ലിപ്പാന്റെ അടുത്ത് ഫുൾ ഫോട്ടോ ഉണ്ട്. അന്നത്തെ ഫുൾ ഫോട്ടോസ് ഉണ്ട് വെല്ലിപ്പാന്റെ കയ്യില്. ഇതിലുണ്ടാവും കണ്ണാടി. ഇതൊക്കെ ഇപ്പൊ കളിപ്പിച്ചേക്കാരം പോണ്ടേ. അപ്പം അത് മെച്ചിയല്ലേ, അത് മെച്ചി കേട്ടോ. ആ ഫോട്ടോന്റെ ഇടയിൽ ഞാൻ ചെറുത്തത് അത് കാണണം മെച്ചി, അത് മെച്ചിയാ. ഞാൻ ഇപ്പൊ കളിപ്പിച്ചെടുക്കുന്ന കുട്ടികളെ പ്രായത്തിലും മെച്ചിട്ടോ. 200 ഇവിടുന്ന് മാറ്റി വെക്കാം. ഞാൻ എടുത്ത് വെക്കാം, മാറ്റി വെക്കാം. അത് ഇവിടെ വെച്ചാൽ ശരിയല്ല. ഇറങ്ങ. ആരാ എടാ ഹൈദർമാൻ മുടിയിട്ട് ലയിച്ചോ? ഈച്ചോ എൻ്റെ ഒരു ഗ്ലാസ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ഗ്ലാസ്, ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ഒരു കറുപ്പ് പെട്ടിയിലുണ്ടായില്ലേ. അത് എടുത്ത ചോദിച്ചോ. Thailand. Boom 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 Thailand. Hey Thailand. Sawadee. Kapung ka. Come on. Welcome to my house. How are you, Basil? Are you ready for a Thai massage today? Traditional herbal sexy massage. എന്താ ഇങ്ങനെ പറയുമ്പോ മനസ്സിലാവണില്ലേ? Yes, I will come inside. You chocolate boy. You chocolate boy, where is your luggage? എന്തൊക്കെ കുറച്ച് പുടിച്ചിക്കാനുള്ള സാധനം പഠിപ്പിച്ചേരിട്ടോ. നമുക്കറിയാം. അല്ല എന്നാലും പുടിച്ചിക്കാനൊന്നുമില്ല. മായി So I love you so much. നായല്ല മായി. ആടെ പോയി അല്ലല്ല, നമുക്ക് 6 മണിക്കാണ് ഫ്ലൈറ്റ്. അത് ഡൊമസ്റ്റിക് ആണ്, നമുക്ക് 5 മണിക്ക് വരാം. ഫസ്റ്റ് ഡൊമസ്റ്റിക് ആണ്. പക്ഷേ നമുക്ക് 2:30 പോണം. നമ്മളായോണ്ട് തിന്നാനൊരു 4 എവിടെയെങ്കിലും എനിക്ക് തന്നെ കുറച്ച് ജ്യൂസ് ഉണ്ട്. ക്ലാസ്സിലെ വണ്ടികള് ബാക്ക് ഇട്ടിട്ട് കയറ്റി സാധനങ്ങൾ കയറ്റി. ലഗേജ് ഒക്കെ പുറത്ത്. Very caramelized. You chocolate. You chocolate boy. You chocolate Indian boy. I wanna eat you. No, not today. After some time. സംസാരിക്ക സ്ലേഹു അല്ലെങ്കിൽ നശിക്കാം. Samsuka, tissue have no have? What you are saying? No have?
ഷംസുഖാക്ക് എന്താ തായ്ലൻഡ് പറയാ ഷംസുഖാ ഷാംചു 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 കാക്ക അങ്ങനെ പറയാ ഷാംചു കാ ഇതോ this bag you want no want you want no want no one no want this passport ബാസിൽ where is my passport ബാസിൽ എന്റെ വിസ അടിച്ചെവിടെ passport ആ എന്റെ അടുത്തുണ്ട് കാണിച്ചു നോക്കട്ടെ passport two passport അല്ല മറ്റേ ആ എനിക്ക് രണ്ടോ സേഫ്റ്റിക്ക് ഞാൻ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കൊടുത്തു അങ്ങനെ സേഫ്റ്റിക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കൊടുത്തു ഫാസിലിന്റെ പ്ലേലിസ്റ്റ് നമ്മളെ മറ്റേ പാട്ടാണത് കടക്കണ്ണിൻ മുന കടക്കണ്ണിൻ മുന കണ്ണീട നെഞ്ചിൽ വാലം വെട്ടി പിടിച്ചൊരു കണ്ണാളെ ഇത് എന്റെ അപ്പം ഞങ്ങൾ പോണ ഞങ്ങളെ തായ്ലൻഡിൽ ഫുള്ള് ഡ്രൈവ് ചെയ്ത് പോക്കുന്ന അസുഖം ഉണ്ടാവും നമ്മൾ ഇതിൽ നമുക്ക് ഈ ട്രക്ക് എടുക്കാം ബസ് എടുക്കാം ഹെവി തന്നെ ആയിക്കോട്ടെ ബസ്സിച്ചില്ലട്ടോ ഏതല്ലേ ticket ആ മതി. ഇവിടെ ടിക്കറ്റ് ഇടണേ ഇവിടെ ടിക്കറ്റ് ഈ പോയാൽ സീലിടണേ ജോർജിയന്റെ സീലാണ് മതി പോരെ അപ്പം സാധനങ്ങൾ ഫുള്ള് പാക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മൾ വിടാനുള്ള പരിപാടികളിലാണ് സോ ഗൈസ് ഇനി വരുമ്പം ചിലപ്പോൾ വീട് ഈ സ്റ്റേജിലാവണം എന്നില്ല നമ്മൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും സോ എന്നാലും നമുക്ക് കാണിച്ചു തരുന്നതാവും കാണിച്ചു കൊടുക്കണ്ട അപ്പം എന്തായാലും ഭയങ്കര ഇടങ്ങേറുള്ള സംഭവമാണ് കേട്ടോ. അതായത് നമ്മൾ വർഷങ്ങളായിട്ട് അതായത് 2006 മുതൽ 26 വരെ പറഞ്ഞാൽ ഞാൻ 20 വർഷം നിന്നതിൻ്റെ വീടാണ്. അപ്പോൾ 20 വർഷം നമ്മൾ സ്പെൻഡ് ചെയ്തൊരു വീട്ടിൽ നിന്ന് അതിൻ്റെ രൂപം മാറുക എന്ന് പറയുന്നത് എന്തൊക്കെയാണ് സംഭവം. ഇവിടെ കുറച്ച് ഇടങ്ങേറുകളുണ്ട്. ഇവിടെ ഫുള്ള് അലങ്കോലാണ് ഇതായിട്ട് കിടക്കുക. കാരണം നമ്മളിവിടെ ഫുള്ള് 4 ആണുങ്ങളാണ് ഇപ്പാനടക്കം. അപ്പോൾ ഇപ്പം അലങ്കോലാക്കല്ല, പക്ഷേ ഞങ്ങൾ അത്യാവശ്യം അലങ്കോലാക്കിയിട്ടാണ് ഫുള്ള് ഇവിടെ ജീവിക്കൽ. ഒന്നാമത് നമുക്കിത് കെയർ ചെയ്യേണ്ട ടൈമില്ല, ഓടിച്ചാടി നടക്കുന്ന ആൾക്കാരാണ്. എന്റെ പാസ്പോർട്ട് ഒന്ന് ഇങ്ങനെ കളറ് ജോർജിയത്തെ പാസ്പോർട്ടാ ഞാൻ ഇവിടുത്തെ പേജ് കാണുള്ളേ. എന്റെ മതന്റെ ജോർജിന്ന് വേറെ സ്പെഷ്യൽ ഞാൻ പാസ്പോർട്ട് കാണല്ലോ പാഗൽ ബോയ് പാഗൽ പാഗൽ തു പാഗൽ അതൊക്കെയാണ് എന്റെ ലക്ഷ്യം. അപ്പം എന്തായാലും പോകേണ്ട സമയമായി സുഹൃത്തുക്കളെ. വൺസ് അഗൈൻ ഈ അടുക്കള ഭാഗത്ത് നിന്ന് അത് അവസാനിപ്പിക്കാനുണ്ട് ഈ വ്ളോഗ്. സോ മസ്റ്റായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഫ്രെയിം എല്ലാവരും എന്തായാലും നോക്കി വെക്കുക. ചിലപ്പോൾ നമ്മൾ വരുമ്പോൾ ഈ ഫ്രെയിം ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും ചെയ്യട്ടെ, ചിലപ്പം ഫ്രണ്ട് ഭാഗം മാത്രമേ ഫസ്റ്റ് ഇതാവുള്ളൂ. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്ളോഗ് ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 4 ഐഫോണിൻ്റെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഐഫോണിൻ്റെ കവറേയും കാണിച്ചാൽ ഭയമേ 4 എണ്ണം നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് പങ്കെടുക്കുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം നമ്മളെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എടാ അത് വിടറാ ഷാനോ വണ്ടിയിലേ നമ്മളെ 4 ഐഫോണിൻ്റെ കവറുണ്ട്. നോക്കോ നോക്കോ അവൻ നോക്കോ ഷാനോ അവിടെ ഐക്രോസ് എവിടെ? അല്ല ഐക്രോസിന്റെ ചാവി എവിടെ? അച്ചാർ കുപ്പിയുടെ ചാമ്പിലാളെ പങ്കെടുത്തോളി. 4 ഐഫോണാണ്. എന്താ അപ്പൊ ഇതാ ഒന്നല്ല രണ്ടല്ല 3 4 ഭാഗ്യം പരീക്ഷിച്ച് നോക്കട്ടോ. 4 ഐഫോണാണ് കിട്ടാൻ പോണത്. ചില്ലറ പരിപാടിയില്ല. 4 ഐഫോണ് നിങ്ങളെ കൈകളിലേക്ക് എത്താൻ പോവാണ്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മളെ സ്പോൺസറെ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് റീൽ അയച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു ലവ് എമോജി കമൻറ്റ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ ലവ് എമോജി കമൻറ്റ് ചെയ്യണ അതുകൊണ്ട് കുറേ ആൾക്കാർ മെൻ്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒറ്റ ലവ് എമോജി കമൻറ്റ് ചെയ്താൽ മതി എന്നുള്ള സ്കീമൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ മസ്റ്റായിട്ട് ഒറ്റ ലവ് എമോജി കമൻറ്റ് ചെയ്ത് എല്ലാവരും ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി വരുമ്പോൾ കാണാം. പക്ഷേ ഇനി നടക്കാൻ പോകുന്ന വ്ളോഗുകൾ അതൊരു 1.5 വ്ളോഗ് ആയിരിക്കും കൂട്ടാ. എന്റെ അവിടുത്തെ കോസ്റ്റ്യൂം ഒക്കെ കണ്ടിട്ട് നീ തന്നെ നെട്ടണം. അതിനാണ് ഞാൻ ഈ ട്രിപ്പ് എടുക്കണത്. ട്രഡീഷണൽ ഒരുപാടൊക്കെ ഞെട്ടാനും ചിലതൊക്കെ അറിയാനും. പിന്നെ കോസ്റ്റ്യൂം ഓവറായാല് ഗൈഡ് ലൈന് ബ്ലോക്ക് വരും യൂട്യൂബില്. അത് കുഴപ്പമില്ല. അങ്ങനെ വിഷയമുണ്ട്. ഞാൻ ബ്ലോക്ക് വന്നാല് ഞങ്ങളോട് സഹിച്ചു. അങ്ങനെ ചാനൽ പൂട്ടട്ടെ. പ്രേക്ഷകര് പ്രശ്നം ഉണ്ടാക്കൂലേ? വേറെ ചാനൽ ഉണ്ടാക്കും. വിഷയല്ല പറയാ. അല്ല അനാനെ ആര് സർപ്രൈസ് പ്ലാൻ ചെയ്തിരുന്ന എയർപോർട്ടിൽ ബാസിലെ അതെനിക്കറിയാം. നാണോ മാനോ ഇവിടെ വെച്ചിട്ട് പോരണോ അതിലേക്ക്. ആ സർപ്രൈസ് ആ സർപ്രൈസിന്റെ ഒരു ലെവൽ എത്ര വരെ ഉണ്ടാവും ചോദിച്ചോ. എനിക്കറിയില്ല. ചോദിച്ചോ.
ലെവൽ മാത്രം. നെട്ടും എന്നാലും വ്ളോഗിന്റെ ഇടയിൽ കാട്ടുവേണ്ടി. വ്ളോഗിന്റെ ഇടയിൽ കാണിക്കേണ്ട അവസ്ഥ വരും. ആണോ? അത് എന്തായാലും വ്ളോഗിൽ കാണിക്കേണ്ടതാണ്. സാറാണ്. എന്നാ ഓക്കെ. അപ്പൊ എന്തായിരിക്കും അസറുവിന്റെ സർപ്രൈസ്? ദിസ് ഇസ് ബിസിനസ്. അപ്പൊ എന്തായിരിക്കും അസറുവിന്റെ സർപ്രൈസ് എന്നുള്ളത് എല്ലാവരും കാത്തിരുന്ന് കാണാം. അടുത്ത വ്ളോഗ് കണ്ടാൽ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. സോ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വ്ളോഗിന് വെയിറ്റ് ചെയ്യുക. വരുന്ന 6 ദിവസം 30, 31, 1, 2, 3, 4, 5 തീയതി നടക്കാൻ പോണത് തീപ്പന്തം പോലത്തെ. അതായത് ഉണ്ടല്ലോ, ഞാൻ പറയാണ്, കണ്ണേറ് തട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ എത്തും. ആർക്കൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യും. എല്ലാരും കരുതിക്കോളി. എല്ലാരും കൊല്ലും, ഞാനും ചാവുന്നു. സംശയമൊക്കെ പറയണി. സവാട്ടി പറയണി. സവാട്ടി ഇങ്ങനെ നീട്ടം. സവാട്ടി സംസുകാക്ക കുറച്ച് പൈസ കൊടുക്കാണ്ട്. ഇന്റെ പേഴ്സ് എവിടെ? ഇങ്ങളെ ഞാൻ പെരുന്നാളിന്റെ അന്ന് കാത്തുനിന്നിട്ട് നിങ്ങളെ കണ്ടില്ല സംസുകാക്ക. പെരുന്നാൾ പൈസ സർപ്രൈസ്. ഓ, എന്റെ കണ്ണ് നോക്കട്ടെ, എന്റെ കണ്ണ് നോക്കട്ടെ. എന്റെ കണ്ണ് കാണിച്ചു കൊടുത്താ. എന്റെ കണ്ണ് ഫ്രെയിമിൽ വെക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാണിച്ചു കൊടുത്തോ. എന്റെ കണ്ണ് കാണിച്ചു കൊടുത്താ. തലയിൽ തട്ടണത് കാണിച്ചു കൊടുക്കാം. അല്ല, മേലൊക്കെ വെക്ക്. ഇങ്ങനെ തല ഒന്നിച്ച്. എന്റെ വെള്ളാരം കണ്ണാട്ടോ. കണ്ണാപ്പി. അപ്പൊ എന്തായാലും വ്ളോഗ് ഇങ്ങനെ ചെയ്താൽ അവസാനിക്കൂല. എന്തായാലും എന്താണ് ഭാഷ പഠിക്കാണ് ഇവിടെ. You're welcome. Indi. ഇന്ത്യ അടക്ക്. ഓക്കെ. നോ. No. മൈ. My. യെസ്. ചായ്. Chai. ഹലോ. Hello. സവാട്ടി. Sawadee. ഗുഡ് ബൈ. Bye. ബൈ ബൈ. വൺ ചായ എന്ന് പറയാം. സോറി. ขอโทษ ขอโทษ Thank you. ขอบคุณ ขอบคุณ I don't know. I don't know ไม่รู้ Excuse me. ขอ Excuse โท me ษนะ Excuse me Welcome. อินดี ไม่อาย അപ്പം ചായ പറഞ്ഞത്. മായി മപ്പും കാ മായി ഹൂ സവാട്ടി കപ്പും കപ്പും. ഭാഷ പഠിച്ച് ഞങ്ങൾ മുന്നേറുകയാണ്. അടുത്ത വ്ളോഗ് മുതൽ തീപ്പന്തം പാറിപ്പറക്കും, അടിച്ചു പൊളിക്കും, പൊളിച്ച് നിരക്കും. അപ്പൊ സുഹൃത്തുക്കളെ, വെൽക്കം വെൽക്കം ടു ഞാൻ ഇങ്ങനത്തെ ഒരു ദിവസമാണ് കാത്തിരിക്കുന്നത്. യെസിന് എന്താ പറയാ? ചായ്. ചായ്. അപ്പം നിനക്കൊരു ചായ വേണമെന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ ഞാൻ എന്താ തിരിച്ചു പറയാം? മായി ചായ്. ആ, എന്താ ചായ വേണ്ട. മായി മായി ചായ. പറഞ്ഞോ. കോഫിയാണ് എനിക്ക് ഇഷ്ടം. ആ, കോഫി ആണെന്ന് വെച്ച് ഞാൻ അപ്പൊ എന്താ ചായ് കോഫി ചായ് കോഫി അല്ലേ? യെസ് കോഫി. മറ്റേ ഭാഷയാണ്. ടിഷ്യൂ ഹാവ് നോ ഹാവ്. അപ്പം തീ പാറും അല്ലേ ഹംസോക്ക? വ്ളോഗിന്റെ തന്നെ ഹംസോക്ക. സവാട്ടി. ഞാൻ പോരുമ്പോൾ പഠിക്കുള്ളൂ. ആ, എന്നാലും ഇങ്ങനെ സവാട്ടി ചായ താവണം. അല്ല, സവാട്ടി നീട്ടണം. കോള് കട്ട് പറയാം ഹംസോക്ക. ഹലോ. Tissue have no have. ആ പൊളിക്ക. ഒരു മിനിറ്റ്. പോവാണ്. പോവാണ്. ഇങ്ങനെ തുടങ്ങാനോ പറയ്. കൊടുക്കാൻ സവാട്ടി. സവാട്ടി. ചവായട്ടി അല്ല, ഷവായ ടീ. അല്ല, ഷവായ ടീ. സവാട്ടി. വെൽക്കം ആണ്, വെൽക്കം. നല്ലോന്ന് കിട്ടണം. ടീ നല്ലോന്ന് കിട്ടണം. ആഫിയ ബാ, ബ്ലോഗ് ദിമെന്റ് കേട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. സവാട്ടി.